ഹാ, ചിരമ്പനാന എന്തിനാ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? വേഗം സ്ഥലം വിടാൻ പറ. ആര് പറയാൻ? അതിന് ധൈര്യമുള്ള ആരാ ഇവിടെ ഉള്ളത്? ഒരാളുണ്ട്. ആര്? നേരെ നോക്കടാ. ആര്? ആരെയും കാണുന്നില്ലല്ലോ. ഡേയ്, എന്നെ നീ കാണുന്നില്ലേ? എനിക്ക് ധൈര്യമുണ്ട് അവനോട് സംസാരിക്കാൻ. വേണമെങ്കിൽ ഇടിച്ചവന്റെ പരിപ്പ് ഞാൻ എടുക്കും. അവന്റെ കാട്ടിൽ പോയപ്പോൾ ആ അലവലാതി കുരങ്ങന്മാർ എനിക്കിട്ട് പെരുമാറിയില്ലേ, അതിനു പകരം ഞാൻ അവനോട് വീട്ടും. നിനക്ക് ഇത്രയും ധൈര്യമുണ്ടായിരുന്നോ? എങ്കിപ്പോയി അവനെ ശരിപ്പെടുത്തിയിട്ട് വാ. ആ ശരി. എന്താ നിന്നത്? പോയി വാ. അത് അല്ലെങ്കിൽ പിന്നെ പോയാ മതിയോ? അത് ശരി, ഡയലോഗടി മാത്രമേ ഉള്ളൂ. അത് ഇന്നെനിക്ക് ചെറിയൊരിത്. ആ പറഞ്ഞ ഇതിന്റെ പേരാണ് പേടി. നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ഈ കാട്ടിലെ സിംഹവും പുലികളുമൊക്കെ വെറും കൂമ്പുകളായതാണ് ഇതിന്റെ കാരണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? എളുപ്പമുള്ള വല്ലതും ചോദിക്കണേ. നിങ്ങളിങ്ങനെ പുലിയും സിംഹവുമായി? ഈ കാട്ടിലെ കുഴിയാനുകൾക്ക് പോലും നിങ്ങളെക്കാൾ ധൈര്യമുണ്ട്. നിന്റെ തമാശ എനിക്കിഷ്ടമായി. അയൽവനത്തിലെ മൃഗങ്ങളെ കണ്ടു പഠിക്കണം. എന്താ ഒരു ധൈര്യം, എന്താ ഒരു പ്രൗഢി. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഒരു വരുത്തൻ നമ്മുടെ കാട്ടിൽ വന്ന് വിളയാടാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അവനെയൊന്നും ഓടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. അവനെ തുരത്താൻ ഒരുത്തൻ വരുന്നുണ്ടടോ, ചട്ടമ്പി മർക്കുലസ്. ഇത് ഞാനും കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പുലി വരുന്നേ എന്ന് പറയുന്നത് പോലെ. ഞാൻ വേണ്ടെന്ന് വിചാരിച്ചതുകൊണ്ടാ ആടിച്ചവന്റെ നട്ടല് ഞാൻ ഒടിക്കും. അതെ, ചിരമ്പൻ തന്റെ നട്ടലൊടിക്കും. അവൻ ചമ്മിപ്പോയി, പാവം. എന്തായാലും ആ ചട്ടമ്പി വരട്ടെ, ബാക്കി കണ്ടറിയാം. ഇതെന്താ ഭൂമി കുലുക്കമാണോ? അത് ഭൂമി കുലുക്കമല്ല, എന്റെ മച്ചനൻ മർക്കുലസ് ലാൻഡ് ചെയ്തതാ. എവിടടാ ചിലമ്പൻ? ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വാടാ. അടിച്ചവന്റെ കൊമ്പ് ഞാൻ താഴെയിടും. ഹലോ മിസ്റ്റർ മർക്കുലസ്, സ്വാഗതം. നമസ്കാരം രാജാവേ. രാജാവോ? താങ്കൾ ഈ കാട്ടിലെ രാജാവല്ലേ? ഇയാള് കാട്ടിൽ രാജാവൊന്നുമല്ല. ഇത്രയും വലിയ സിംഹവും പുലിയും ഒക്കെ ഉള്ളപ്പോൾ എന്തിനാണ് എന്റെ സഹായം തേടി വന്നത്? പറയൂ. അത് പിന്നെ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ കൈക്ക് ചെറിയ ചൊറിച്ചിൽ ഉണ്ടായിരുന്നു. ആ ചൊറിച്ചിൽ അവനും കൂടെ പകരണ്ടല്ലോ എന്ന് കരുതി മറിയതാ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അതെ. ഓഹോ. ചേട്ടാ, ഇവന്മാർ ചേട്ടൻ വിചാരിക്കും പോലെ അത്ര ശക്തരൊന്നുമല്ല.